അതിലിനി പോകുന്നത് പൊന്നാനി. മുസ്ലിം ലീഗ് സംസ്ഥാനത്ത് മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലം പൊന്നാനി. കൗതുകമുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് LDF പലപ്പോഴും അരങ്ങൊരുക്കിയിട്ടുള്ള പൊന്നാനിയിൽ ഇത്തവണ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പൊന്നാനിയിൽ ഇത്തവണ LDF പുതിയതായിട്ട് വന്ന ഒരാളിന് CPM-ന്റെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുകയാണ് KS ഹംസയെ. KS ഹംസ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. മുമ്പ് നമ്മൾ 2009 ഇത് കണ്ടിട്ടുണ്ട്. ഹുസൈൻ രണ്ടത്താണിയെ LDF സ്ഥാനാർത്ഥിയാക്കിയതായിരുന്നു ആ ഇലക്ഷനിന്റെ തന്നെ ഏറ്റവും വലിയ വിവാദം. അത് ഒരുപക്ഷെ CPM-ഉം CPI-യും തമ്മിൽ മുന്നണി ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഞാൻ ഓർക്കുന്നു, ഹുസൈൻ രണ്ടത്താണി മത്സരിച്ച 2009 തെരഞ്ഞെടുപ്പിൽ LDF പൊന്നാനി അടക്കം കേരളത്തിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും തോക്കുന്നു, ബംഗാൾ തോക്കുന്നു. അന്ന് ഒരു പ്രമുഖ പത്രത്തിന്റെ അന്നത്തെ തലക്കെട്ട് തന്നെ രണ്ടത്താണിയും പോയി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യമുണ്ട്. 2014 ഇന്നത്തെ മന്ത്രി V അബ്ദുറഹ്മാനെ ഇടതുമുന്നണി ഫീൽഡ് ചെയ്തു. അന്ന് വെറും 25,410 വോട്ടിനാണ് ET മുഹമ്മദ് ബഷീർ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പക്ഷെ ഇത്തവണ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമസ്തയിലെ ഉൾപ്പിരിവ് മുതലെടുക്കുക, സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതായിരുന്നു. സമസ്തയിലെ അടിയൊഴുക്കിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളെ അപ്പീൽ ചെയ്യുക. ഇങ്ങനെ എന്താ പറയുക, ഒരു വലിയ പ്ലാനിലാണ് ഇത്തവണ KS ഹംസയെ LDF അവിടേക്ക് ഇറക്കിയത്. എന്തെങ്കിലും പ്രയോജനം കിട്ടിക്കാണോ? നമുക്ക് ആദ്യം റിസൾട്ട് നോക്കാം. ശരി, KS ഹംസയെ കൊണ്ട് LDF എന്തെങ്കിലും വലിയ അട്ടിമറി പൊന്നാനിയിൽ നടത്തുന്നുണ്ടോ? നോ, ഇല്ല. വമ്പിച്ച ഭൂരിപക്ഷത്തിന് അബ്ദുൽ സമദ് സമദാനി വിജയിക്കും എന്നാണ് ഈ സർവേ റിസൾട്ട് പറയുന്നത്. 47%. 47% UDF 30% മാത്രമാണ് KS ഹംസയ്ക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളെന്ന് ഈ അഭിപ്രായ സർവേ പറയുന്നു. എന്ന് പറഞ്ഞാൽ PV അൻവറിന് കിട്ടിയ അത്രയും വോട്ട്, അത്രയും പെർസെന്റേജ് വോട്ട് കിട്ടാൻ സാധിക്കുന്നില്ല. 2% കുറവാണ് അഭിപ്രായ സർവേ ഫലത്തിൽ ഉള്ളത്. അഭിപ്രായ സർവേ അനുസരിച്ചാണെങ്കിൽ KS ഹംസയെ നിർത്തിയുള്ള സ്ഥാനാർത്ഥി പരീക്ഷണം വലിയ തോതിൽ പാളിയിരിക്കുന്നു. ഏതായാലും ഇടതുപക്ഷം ഒരു പുതിയ പരീക്ഷണം നടത്തുകയാണ്. അത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ഓക്കെ. ഏതായാലും അപ്പൊ അങ്ങനെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല എങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് ഉണ്ടാവും CPM-ന് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നോക്കാം.